अस्सलामु अलैकुम वरहमतुल्लाह। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व अस्हाबिहि अजमाईन, अम्मा बाद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। व मन यअमल मिनस सालिहाति मिन ज़करिन औ उन्सा व हुवा मुमिनुन व उलाइका यदखुलूनल जन्नत व ला युज़लमून नഖീറ। സഹോദരി സഹോദരന്മാരെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ 3 ദിവസമായി നീണ്ടു നിൽക്കുന്ന പ്രീ മെരിറ്റൽ വർക്ക്ഷോപ്പിൻ്റെ അവസാനത്തെ സെഷൻ മുസ്ലിം സ്ത്രീ ചൂഷണത്തിൻ്റെ വലകളും ചതിക്കുഴികളും എന്ന വിഷയത്തിൻ്റെ ചർച്ചയ്ക്കു വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. 2007 നവംബർ മാസം 17-ാം തീയതി അമ്പലപ്പുഴ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ 3 പെൺകുട്ടികൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. മഹസർ റിപ്പോർട്ടുകൾ പ്രകാരം ആത്മഹത്യയാണ്. ആ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ ഒരുമിച്ചെഴുതിയ എഴുത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു, വീട്ടിൽ നിന്ന് ഞങ്ങൾക്കത് കിട്ടിയില്ല, അവസാനം ഞങ്ങളുടെ സഹപാഠികളിൽ നിന്നത് കിട്ടുമെന്ന് കരുതി. സഹപാഠികളിൽ പലരും ഞങ്ങളോട് സ്നേഹം അഭിനയിച്ചു, പക്ഷേ അത് കാപട്യമാണെന്നും ചതിയാണെന്നും തിരിച്ചറിഞ്ഞപ്പോഴേക്ക് സമയം വൈകിയിരുന്നു. ആലപ്പുഴ ജില്ലയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പോർണോഗ്രാഫിക് മാഫിയയുടെ, അശ്ലീല ചിത്ര മാഫിയയുടെ ഇരകളാണ് ഈ പെൺകുട്ടികൾ എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അവസാനത്തെ വിലയിരുത്തൽ. ഇത് കേരളത്തിൻ്റെ ഏകദേശം തെക്കേ അറ്റത്ത് നടന്ന സംഭവമാണെങ്കിൽ, അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വടക്കേ അറ്റത്ത് കണ്ണൂരിലെ ശ്രീപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 പെൺകുട്ടികൾ തീവണ്ടിക്ക് തലവെച്ച് മരിച്ചു കളഞ്ഞു. 2 പേർ ഉടനെ മരിച്ചു, ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നു. അവർക്കും പറയാനുണ്ടായിരുന്നത്, അവരുടെയും സംഭവങ്ങൾ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കഥകളാണ്. ഈ 2 സംഭവങ്ങൾക്കും ശേഷം ഏകദേശം അതിനടുത്ത് തന്നെ മലപ്പുറം ജില്ലയിലൊരു ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, അവർ സ്വന്തം ഞരമ്പ് അറുത്ത് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിക്കാനൊരു കാരണം ഉണ്ടായിരുന്നു. അവരുടെ സ്കൂൾ ബാഗിനകത്ത് നിന്ന് അധ്യാപകർ വളരെ സ്വകാര്യമായി വെച്ചിട്ടുള്ള ചൈനീസ് നിർമ്മിതമായ ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു.
ഇപ്പോൾ സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ കണ്ടെടുത്തപ്പോൾ ആ മൊബൈൽ ഫോണിന് കണ്ടെടുത്തതോടനുബന്ധിച്ചാണ് ആ കുട്ടി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചത്. ആ ശ്രമത്തിൽ ആ കുട്ടി പരാജയപ്പെട്ടു. അപ്പോഴാണ് ഈ മൊബൈൽ ഫോണിൻ്റെ അകത്തെന്താണ് എന്നറിയാൻ അധ്യാപകർ ശ്രമിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13-കാരിയുടെ മൊബൈൽ ഫോണിലെ ചിത്രങ്ങൾ കണ്ട്, വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് അധ്യാപകർ ഞെട്ടിത്തെറിച്ചു. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ മൊബൈൽ ഫോൺ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തത് മാതാപിതാക്കളല്ല, കുട്ടിയുടെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കളുമല്ല, മറിച്ച് എന്നും കുട്ടി സ്കൂളിലേക്ക് വരുവാൻ വേണ്ടി കയറുന്ന ബസ്സിലെ 35-കാരനായ ഡ്രൈവറായിരുന്നു. ഈ സംഭവങ്ങൾ 3 വ്യത്യസ്ത സംഭവങ്ങൾ. ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന ചില അറിവുകളുണ്ട്. ആ അറിവുകൾ ഇന്ന് കേരളത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടിതുണ്ടാകുന്നു? ഉത്തരങ്ങൾ നമ്മുടേതും പലതുമാകാം. കുട്ടികൾക്ക് ഭൗതിക ജീവിതത്തിനോടുള്ള ആസക്തി എന്ന് നമ്മൾ ചിലപ്പോൾ ഉത്തരം പറഞ്ഞേക്കാം. അടിച്ചു പൊളിച്ച് ജീവിക്കുവാനുള്ള പരിശ്രമങ്ങൾ